കോൺഗ്രസിന് പറ്റിയ ഒരു അബദ്ധം ആഘോഷമാക്കുകയാണ് ഇപ്പോൾ ബി.ജെ.പി. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ ബീഹാറിൽ വളരെ ഉഷാറായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടെ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ പതിച്ച സാനിറ്ററി പാഡ് വിതരണം ചെയ്ത് സ്ത്രീകളെ അപമാനിച്ചിരിക്കുകയാണ് കോൺഗ്രസ് എന്ന വാദങ്ങൾ ഇപ്പോൾ ഉയരുന്നു. ആർത്തവ ശുചിത്വ അവബോധം വളർത്തുക എന്നതാണ് പ്രിയദർശിനി ഉഡാൻ യോജന എന്ന് പേരിട്ടിരിക്കുന്ന ഒരു പുതിയ പദ്ധതിയുടെ ലക്ഷ്യമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ചിത്രം സാനിറ്ററി പാഡിൽ ഒട്ടിച്ചത് ബീഹാറിലെ സ്ത്രീകളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. കോൺഗ്രസ് ഒരു സ്ത്രീ വിരുദ്ധ പാർട്ടിയാണ്. ബീഹാറിലെ സ്ത്രീകൾ കോൺഗ്രസിനെയും ആർ.ജെ.ഡിയും ഒരു പാഠം പഠിപ്പിക്കും എന്ന് ബി.ജെ.പി. ദേശീയ വക്താവ് പ്രദീപ് ഭണ്ഡാരി ട്വീറ്റ് ചെയ്തു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ വിജയത്തിന് പിന്നിലെ ഒരു പ്രധാന കാരണം സ്ത്രീകളുടെ വോട്ടുകളാണ് എന്നത് കോൺഗ്രസിന്റെ ഒരു വിലയിരുത്തലാണ്. സാനിറ്ററി പാഡുകളുടെ പാക്കറ്റിൽ മായ ബെഹൻമാൻ യോജന, അഖിലേന്ത്യാ മഹിളാ കോൺഗ്രസ്, ദരിദ്രരായ സ്ത്രീകൾക്ക് പ്രതിമാസം 2,500 രൂപ ഓണറേറിയം ഇങ്ങനെ എഴുതിയിട്ടുമുണ്ട്. ബി.ജെ.പി. രാജ്യസഭാ എം.പി. ഡോക്ടർ രാധാ മോഹൻദാസ് അഗർവാൾ തന്റെ എക്സ് അക്കൗണ്ടിൽ കോൺഗ്രസിന്റെ ഈ പ്രവൃത്തിയെ ലജ്ജാകരം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി സാനിറ്ററി പാഡുകളിൽ തന്റെ ഫോട്ടോ പതിപ്പിച്ചുകൊണ്ട് സ്ത്രീകളുടെ അന്തസ്സ് നശിപ്പിക്കും എന്നാണ് രാധാ മോഹൻദാസ് അഗർവാളിന്റെ വാദം. വിവാദം ശക്തമായതോടെ രാഹുലിന്റെ ചിത്രം മാറ്റാനുള്ള ശ്രമം നടക്കുകയാണ്. പ്രിയങ്കയുടെ ചിത്രം പതിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. ഇവിടെ ശരിക്കും ഒരു വിലയിരുത്തൽ, ഒരു കമ്പാരിസൺ വരുന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ വിജയത്തിനു വേണ്ടി, നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നതിനു വേണ്ടി, ഒരു ജനസമ്മതി ആർജിക്കുന്നതിനു വേണ്ടി സ്ത്രീകളെ ചേർത്ത് നിർത്താനായി നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നായിരുന്നു വളരെ തുച്ഛമായ വിലയിൽ ജനൌഷധികളിലൂടെ സാനിറ്ററി പാഡ് ലഭ്യമാക്കുക എന്ന ഒരു തീരുമാനം. അത് വളരെ വലിയ രീതിയിൽ ഒരു വിജയമാവുകയും ചെയ്തിരുന്നു. ഒരു പക്ഷേ അതിന്റെ ചുവട് പിടിച്ചായിരിക്കും കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഈ തീരുമാനം എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ വരുന്നത്. പക്ഷേ അങ്ങനെ വന്നപ്പോൾ, അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് അതിനിപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും സ്ത്രീകളുടെ പ്രാഥമിക ആവശ്യത്തിന് ഉതകുന്ന ഒരു സംഭവം എന്നുള്ള രീതിയിൽ സാനിറ്ററി പാഡുകളുടെ വിതരണം നടത്തുന്നതിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രചാരണം നടത്തുന്നതിൽ യാതൊരു തെറ്റ് ഉണ്ട് എന്നല്ല പറയുന്നത്. പക്ഷെ അത് ചെയ്ത രീതി, അതിനെ സമീപിച്ച രീതി, അതാണ് ഇവിടെ കോൺഗ്രസിന് തെറ്റിപ്പോയ ഒരു കാര്യം എന്നതാണ് ഇവിടെ വ്യക്തമാക്കി പറയാനുള്ളത്. ശരിക്കും നരേന്ദ്രമോദി സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്ത്രീകളെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി, സമൂഹത്തിലെ സ്ത്രീകളെ ഒറ്റപ്പെടുത്താതെ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ചെയ്ത പദ്ധതികൾ, ചെയ്ത തീരുമാനങ്ങൾ, എടുത്ത നീക്കങ്ങൾ അതൊക്കെ നിരവധിയാണ്. നമുക്കറിയാം, കരസേനയിലും നാവികസേനയിലും വ്യോമസേനയിലും ഒക്കെ വനിതകൾക്ക് സ്ഥിരം ജോലി, അതെല്ലാ മേഖലയിലും നടപ്പിലാക്കിയത് മോദി സർക്കാരാണ്. റിപ്പബ്ലിക് ദിന പരേഡിൽ വനിത നയിച്ച സേനാ ബ്രിഗേഡ് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യൻ സ്ത്രീകളുടെ കരുത്തും തന്റെ കഴിവും പ്രകടിപ്പിക്കുന്നതായപ്പോൾ അവിടെ ഉയർന്നത് ഇന്ത്യൻ സ്ത്രീകളുടെ അഭിമാനമാണ്. 6000 ജനൌഷധി കേന്ദ്രങ്ങൾ തുറന്ന് മാസം 5 കോടി വീതം സാനിറ്ററി പാഡുകൾ 1 രൂപ നിരക്കിലാണ് ഗ്രാമീണ സ്ത്രീകൾക്ക് ലഭ്യമാക്കിയത്. ആ കാഴ്ചപ്പാട് ഒരു രാജ്യത്തും ഒരു പ്രധാനമന്ത്രിയുടെയും ബുദ്ധിയിലോ ചിന്തയിലോ പദ്ധതിയിലോ രൂപപ്പെട്ടിട്ടില്ലാത്തതാണ്. മെഡിക്കൽ ടെർമിനേഷൻ പ്രഗ്നൻസി ആക്ട് 1971 ഭേദഗതി ചെയ്തത് ഗർഭിണികളാകാനുള്ള സ്ത്രീകളുടെ അവകാശവും സ്വന്തം ശരീരത്തിന് ലഭിച്ച മാന്യതയും ജീവിത ദൗത്യത്തിന്റെ അംഗീകാരവുമായി മാറുകയായിരുന്നു. NCC മുതൽ അതിർത്തി രക്ഷാസേന, തീരസംരക്ഷണ സേന, ഇതിലൊക്കെ സ്ത്രീകൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭ്യമാക്കി. ഇതെല്ലാം നടത്തിയത് മോദി സർക്കാരാണ്. വിദ്യാസമ്പന്ന സ്ത്രീ വിഭാഗത്തിന്റെ ആഭിമുഖ്യം വർദ്ധിപ്പിക്കാൻ ഇതെല്ലാം കാരണമായ നടപടികളാണ്. മറ്റൊന്ന്, വിവാഹപ്രായം 18 നിന്ന് 21 ഉയർത്തി പെൺകുട്ടികളുടെ സംരക്ഷണത്തിന് അവതരിപ്പിച്ച പദ്ധതിയും തീരുമാനവും ഒക്കെ പെൺകുട്ടികളിൽ മോദി ഭരണത്തോടുണ്ടാക്കിയ മനോഭാവ മാറ്റം ചെറുതല്ല. ഗ്രാമീണ വനിതകൾക്ക് ശക്തി പകരാനാണെങ്കിൽ തൊഴിൽ പരിശീലന കേന്ദ്രം, പഠന കേന്ദ്രങ്ങൾ, ആരോഗ്യ ബോധവൽക്കരണം, ഇതിനായി 2017 സമാരംഭിച്ച മഹിളാശക്തി കേന്ദ്രങ്ങൾ ഗ്രാമീണ മേഖലയിൽ ഉണ്ടാക്കിയ മാറ്റം ചെറുതല്ല. വീട്ടമ്മമാർക്ക് വീട്ടിലൊരു തൊഴിൽ പദ്ധതി ലക്ഷ്യമിട്ട് സപ്പോർട്ട് ടു ട്രെയിനിങ് ആൻഡ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം എന്ന പേരിലുള്ള പരിശീലന പദ്ധതി വിനിയോഗിക്കുന്ന വനിതകൾ ഏറെയാണ്. ഇങ്ങനെ ഗ്രാമീണ മേഖലയിലുള്ള അല്ലെങ്കിൽ വിദ്യാഭ്യാസം കുറഞ്ഞ സ്ത്രീകളെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി മോദി സർക്കാർ ചെയ്ത നടപടികൾ നിരവധിയാണ്. ഇവിടെയാണ് കോൺഗ്രസിന് തെറ്റിപ്പോയത്. സാധാരണക്കാരായ സ്ത്രീകളെ കയ്യിലെടുക്കാൻ സാനിറ്ററി പാഡ് ധാരാളം എന്നവർ ചിന്തിച്ചു. പക്ഷേ അവിടെയും അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ളൊരു നീക്കമാണ് കോൺഗ്രസ് നടത്തിയത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും കോൺഗ്രസ് അവരുടെ തെറ്റ് തിരുത്താൻ ഒരുങ്ങിയിരിക്കുകയാണ്. രാഹുലിന് പകരം പ്രിയങ്കയുടെ ചിത്രം വെക്കുകയാണ്. പക്ഷേ എന്നാലും ഒന്ന് തെറ്റിയിട്ട് മാറ്റി എന്ന് പറഞ്ഞാലും ആ കളങ്കം മാറുകയില്ല. സ്ത്രീകളുടെ ഒരു മോശം ആയിട്ടുള്ള ഒരു വികാരം ഈ ഒരു കാര്യത്തിൽ കൊണ്ടുവരാൻ ഈ ചിത്രം, രാഹുലിന്റെ ഈ ചിത്രം കാരണമായി എന്ന് തന്നെ പറയാം. എന്തായാലും ബീഹാറിലെ സ്ത്രീകൾ നോക്കിയും കണ്ടും തന്നെയൊക്കെ വോട്ട് ചെയ്യും. എപ്പോഴും സ്ത്രീകൾ എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും എത്ര വിദ്യാഭ്യാസമില്ലാത്തവരാണെങ്കിൽ പോലും അവരുടെ ആത്മാഭിമാനത്തിൽ ഊറ്റം കൊള്ളുന്നവരാണ് സ്ത്രീ എന്ന് പറയുന്ന സമൂഹം. അതുകൊണ്ട് രാഹുലിനും കോൺഗ്രസിനും ഈ ഒരു കാര്യത്തിൽ തെറ്റുപറ്റിപ്പോയി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.